ഞാൻ ഡോക്ടർ ഉമ്മൻ വർഗീസ്. ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടറാണ്. കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി മെഡിക്കൽ കോളേജ് ലുധിയാനയിൽ PG പഠനത്തിന് ശേഷം അവിടെ തുടർന്ന് 1.5 വർഷത്തോളം വർക്ക് ചെയ്യുകയും അതിനുശേഷം കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ, അതായത് മേപ്പള്ളിക്കുറ്റി ആശുപത്രി എന്നറിയപ്പെടുന്ന പ്രധാനമായിട്ട് കണ്ണിൻ്റെതായിട്ടുള്ള ആശുപത്രിയിൽ 13 വർഷത്തോളം വർക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ ചെങ്ങന്നൂര് സ്വന്തമായിട്ട് ഒരു കണ്ണാശുപത്രി സ്ഥാപിക്കുകയും ചെയ്തു. എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും നല്ല ഐ കെയർ ലഭിക്കണം എന്നതാണ്. അതായത് ഏറ്റവും മികച്ച നേത്ര ചികിത്സ കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും, അതിൽ പാവപ്പെട്ടവരെന്നില്ല, പൈസയുള്ളവരെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ നേത്ര സംരക്ഷണം, മികച്ച നേത്ര ചികിത്സ ലഭിക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ആരംഭിച്ചത്. ഇത് തുടങ്ങുമ്പോൾ ഞാനും 2 സ്റ്റാഫും മാത്രമായിരുന്നു. ഇത് വളർന്ന് ഇന്ന് ഏകദേശം 5 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർക്ക് നേത്ര സംരക്ഷണം സേവനം നൽകുവാൻ സാധിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും ആലപ്പുഴ ജില്ല, പിന്നെ പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, അതുപോലെ കൊല്ലം, ഇങ്ങനെ അടുത്തുള്ള ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായും തിമിര ശസ്ത്രക്രിയ. ഇവിടെ തിമിരത്തിന്റെ ഓപ്പറേഷൻ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത പോലെ, അതായത് 1.8 മില്ലിമീറ്റർ മുറിവ്, അതായത് നമ്മുടെ കയ്യിൽ കുത്തുന്ന 18 ഗേജ് നീഡിൽ, അത് അത്രയും ചെറിയ ഒരു മുറിവ് വഴി കണ്ണിലെ തിമിരം മാറ്റിയിട്ട് അതിലൂടെ ലെൻസ് ഇടുന്ന ഓപ്പറേഷൻ, അതാണ് കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നത്. ഇതുകൂടാതെ കണ്ണിന്റെ ഞരമ്പിന്റെ ചികിത്സ, അതിനൊക്കെ പ്രത്യേക ഡോക്ടർമാരുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഒരാൾ രോഗി ഇവിടെ വന്നാൽ, തിമിരം ഓപ്പറേഷന് വേണ്ടി വന്നാൽ, രാവിലെ വന്നു, അതായത് 7 മണിക്ക് വന്നു, 11:30-12 മണിക്ക് തിരിച്ചു പോകത്തക്കോണമാണ് തിമിരം ഓപ്പറേഷൻ. ഒരു ഇഞ്ചക്ഷൻ ഇല്ല, ഡ്രോപ്സ് ഒഴിച്ച് മരവിപ്പിച്ചിട്ട് ആണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് ഇവിടെ ചെയ്യുന്നത് ഡോക്ടർ ജേക്കബ് S. മാത്യു ആണ്. വളരെ സീനിയറായിട്ടുള്ള മൈക്രോ ഇൻസിഷണൽ കാറ്ററാക്ട് സർജനാണ്. എല്ലാ വ്യാഴാഴ്ചയാണ് ഓപ്പറേഷൻ ഉള്ളത്. ഇത് ഒട്ടനവധി പേർക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാര്യം എറണാകുളത്താണ് ഡോക്ടറിൻ്റെ ഹോസ്പിറ്റൽ, അതുകൂടാതെ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ 13ഓളം ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാവരും വളരെ പ്രഗത്ഭരായ ഡോക്ടേഴ്സാണ്. ഗ്ലൂക്കോമയ്ക്ക് വേണ്ടി ഡോക്ടർ അജയ് കുമാർ ആണ് ഗ്ലൂക്കോമ സ്പെഷ്യലിസ്റ്റ്. അതുപോലെ ഡോക്ടർ മറീൻ എബ്രഹാം, ഡോക്ടർ വളരെ സീനിയർ ഡോക്ടറാണ്. ചെങ്ങന്നൂര് തന്നെ പണ്ട് സെഞ്ചുറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് വർഷങ്ങളോളം സേവനം ചെയ്ത ഡോക്ടറാണ് ഡോക്ടർ മറീൻ എബ്രഹാം. ഡോക്ടറിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. അതുകൂടാതെ ഡോക്ടർ സഞ്ജയ് രാജു ഏറ്റവും കൂടുതൽ സ്മാൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. അതുകൂടാതെ ഡോക്ടർ ജോജു K. ഈപ്പൻ വർഷങ്ങളോളം കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ഈ ആശുപത്രി തുടങ്ങിയ കാലം മുതൽ ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ ഡോക്ടർ ഡോണ M. ഐസക്, അതും കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയിരുന്നു. പിന്നെ ഡോക്ടർ ഋതു ഇമ്മാനുവൽ ഡോക്ടറിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. ഇങ്ങനെ 13 ഡോക്ടേഴ്സിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. കൂടാതെ തിമിരം ശസ്ത്രക്രിയയ്ക്ക് വരുന്നവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് നൽകുന്നത് ഡോക്ടർ സൂര്യ ഉമ്മനാണ്. എല്ലാ ദിവസവും വൈകിട്ട് 4 തൊട്ട് 6 വരെ ആ ഡോക്ടറിന്റെ സേവനവും ലഭ്യമാണ്. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി ഒരുപാട് ക്യാമ്പുകൾ ചെയ്യുന്നുണ്ട്. ചെറുതും വലുതുമായുള്ള ആഴ്ചയിൽ 2 ക്യാമ്പുകൾ വീതം റൂറൽ ഏരിയകളിൽ, അതായത് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും റൂറൽ ഏരിയകളിൽ ക്യാമ്പുകൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തിമിരമുള്ളവർക്ക് അത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവിടെ സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ കണ്ണട സൗജന്യ നിരക്കിൽ നൽകും. കാര്യം ലെൻസിന്റെ ചെലവ് മാത്രം, ഫ്രെയിം ഫ്രീ ആണ്. ലെൻസിന്റെ ചെലവ് മാത്രം വാങ്ങിക്കൊണ്ട് നമ്മൾ കണ്ണട അവർ പറയുന്ന ദിവസം ആ പറയുന്ന സ്ഥലത്തെത്തി. ഇതാണ് കണ്ണട ക്യാമ്പിൽ. പിന്നെ കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടവർക്ക്
ടെസ്റ്റുകൾക്ക് ആശുപത്രിയിലേക്ക് വിളിക്കും. അവരെ ഡയലേറ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ ടെസ്റ്റുകൾ വേണമെങ്കിൽ അത് ഇവിടെ ചെയ്യും. ഇതാണ് ക്യാമ്പുകളിൽ നിന്നുള്ള കാര്യം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫണ്ടുണ്ട്. തീരെ പൈസ ഇല്ലാത്തവർക്ക്, കാര്യം തീരെ പൈസ ഇല്ല എന്ന കാരണം കൊണ്ട് കാഴ്ചയില്ലാതെ വീട്ടിലിരിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ നമുക്ക് അതിനൊരു ഫണ്ടുണ്ട്. അവർക്ക് തിമിര ശസ്ത്രക്രിയ തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഏറ്റവും നന്ദി എനിക്ക് പറയേണ്ടത് എന്നിൽ ഉള്ള വിശ്വാസം, ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം, അതിന് ഞാൻ നന്ദി പറയട്ടെ. കൂടുതലൊന്നും പറയാനില്ല. നന്ദി.